ഹലോ ഹീലിംഗ് ഫാമിലി. ഇന്ന് ശിവരാത്രി അല്ലേ? എല്ലാവർക്കും ഹാപ്പി ശിവരാത്രി കേട്ടോ. ഉറങ്ങിക്കാണില്ലല്ലോ മിക്ക ആൾക്കാരും. ഇന്ന് എനിക്ക് വളരെ ടയേർഡായിട്ടുള്ള ഡേ ആയിരുന്നു. എങ്കിൽ പോലും നിങ്ങൾ ശിവരാത്രി ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ശിവ ഒറാക്കിളിൽ നിന്നുള്ള ഗൈഡൻസ് തരാതെ എങ്ങനെയാണ് ഞാൻ ഇരിക്കുക അല്ലേ? അതുകൊണ്ടാണ് വന്നത്. നിങ്ങൾക്കൊരു ഗൈഡൻസ് തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും മനസ്സ് വളരെയധികം ശാന്തമായിട്ട് വെക്കുക. നിങ്ങൾക്ക് എന്താണ് ഇനി ഫർദർ ഒരു ലൈഫിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് എന്ന് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ക്ലെൻസിങ് അറിയാലോ അല്ലേ എല്ലാവർക്കും? എങ്ങനെയാ ക്ലെൻസിങ് ചെയ്യുന്നേ? ഒരു അഗർബത്തി കത്തിച്ചു വെക്കുക. അഗർബത്തി ക്ലെൻസിങ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അഗർബത്തി കത്തിച്ചു വെക്കുക. ഇൻഫിനിറ്റിയുടെ സിമ്പൽ യൂസ് ചെയ്യുക. അഫർമേഷൻസ് പറയുക. മദർ യൂണിവേഴ്സ്, എൻ്റെ മൈൻഡ്, ബോഡി ആൻഡ് സോളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജീസും ഞാൻ യൂണിവേഴ്സിലേക്ക് റിലീസ് ചെയ്യുന്നു. യൂണിവേഴ്സ്, എൻ്റെ മൈൻഡ്, ബോഡി ആൻഡ് സോളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജീസും ഞാൻ യൂണിവേഴ്സിലേക്ക് റിലീസ് ചെയ്യുന്നു. ശിവജി, എൻ്റെ മൈൻഡ്, ബോഡി ആൻഡ് സോളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജീസും ഞാൻ യൂണിവേഴ്സിലേക്ക് റിലീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലെൻസിങ് പലർക്കും അറിയില്ല. എങ്ങനെയാ ക്രിസ്റ്റൽ ക്ലെൻസിങ് ചെയ്യുക? ഇങ്ങനെ സ്മോക്ക് വെച്ചിട്ട് ക്ലെൻസ് ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ. സ്മോക്ക് ക്ലെൻസിങ് ചെയ്യാവുന്നതാണ്. ആ പുകയൊന്നും അതിൽ അടുപ്പിച്ചാൽ മതി. അതുപോലെ ക്രിസ്റ്റൽസ് എടുത്തിട്ട് നിങ്ങളിങ്ങനെ ഇൻഫിനിറ്റിയുടെ സിമ്പൽ യൂസ് ചെയ്യാം. വേണ്ട, എൻ്റെ ക്രിസ്റ്റൽസിലുള്ള എല്ലാ നെഗറ്റീവ് എനർജീസും ഞാൻ യൂണിവേഴ്സിലേക്ക് റിലീസ് ചെയ്യുന്നു. മദർ യൂണിവേഴ്സ്, ഈ ക്രിസ്റ്റൽസിലുള്ള എല്ലാ നെഗറ്റീവ് എനർജീസും ഞാൻ യൂണിവേഴ്സിലേക്ക് റിലീസ് ചെയ്യുന്നു. മതി കേട്ടോ. ഇങ്ങനെയാണ് ക്ലെൻസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ക്രിസ്റ്റൽസ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ക്രിസ്റ്റല് ബ്ലാക്ക് ഒബ്സീഡിയൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ക്രിസ്റ്റൽ തന്നെയാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സുലൈമാൻ സംതിങ് അങ്ങനെ ഒരു പേരാണ് കേട്ടോ. അതുപോലെ ഇത് മോസഗേറ്റ് എന്ന് പറയുന്ന ക്രിസ്റ്റലാണ്. ഇത് റോസ്കോട്ട്സ് ബ്ലാക്ക് ലാവ ക്രിസ്റ്റലാണ്. അതുപോലെ ഇത് റോഡോക്രോസൈറ്റ് ആണ് കേട്ടോ. ഇതിനൊക്കെ ഹീലിംഗ് പ്രോപ്പർട്ടീസും ഇത് നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ പുതിയ കുറച്ച് ക്രിസ്റ്റൽസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഫർദർ വീഡിയോ ഇടുന്ന സമയത്ത് കാണിക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ശിവ ഒറാക്കിളിൽ നിന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് എടുക്കാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇരിക്കുക കേട്ടോ. ശിവഭഗവാനെ പ്രാർത്ഥിക്കാം. മിക്കവരും അമ്പലങ്ങളിലൊക്കെ ആയിരിക്കും അല്ലേ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ശിവ ഒറാക്കിൾ ഡെക്കിൽ നിന്ന് ഒരു അഡ്വൈസ് എടുക്കാൻ പോവുകയാണ്. യൂണിവേഴ്സ്, എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ യൂട്യൂബ് ഫാമിലി, എൻ്റെ സോൾ ട്രൈബ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ക്ലയൻസ്, എൻ്റെ ഈ വീഡിയോ ആയിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവർക്ക് ഏറ്റവും ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട അഡ്വൈസ് വേണം. ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തരണേ മദർ യൂണിവേഴ്സ്. ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ ശിവജി. ഇവർക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള അഡ്വൈസ് വേണം. ഏറ്റവും കൃത്യമായിട്ടുള്ള അഡ്വൈസ്. മഹാകാൽ ഡിവൈൻ ടൈമിംഗ്. കണ്ടോ? ഡിവൈൻ ടൈമിംഗ് ആണ് വന്നിരിക്കുന്നത്. The beginning of your divine time is blessed by Lord Shiva himself. Prepare yourself for the miraculous and extraordinary experiences that are about to unfold in your life. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മിറാക്കിൾസ് സംഭവിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ഒരുപാട് നിങ്ങളുടെ ഡിവൈൻ ടൈമിംഗ് ആണെന്നൊക്കെയാണ് എനിക്ക് കാണുന്നത്. റിലേഷൻഷിപ്പിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ഡിവൈൻ ടൈമിംഗ് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്ക് ക്ലൂസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ എനിക്ക് കാണുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ശിവഭഗവാൻ അനുഗ്രഹിക്കുന്നു എന്നുള്ളതും എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നെങ്കിൽ അതിനുള്ള ഡിവൈൻ ടൈമിംഗ് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ഇപ്പം മഹാകാൽ എന്ന് പറയുന്നത് ലോഡ് ഓഫ് ടൈം എന്നാണ് പറയുക കേട്ടോ. അതായത് സമയത്തിൻ്റെ ഒരു ലോഡാണ്, ഭഗവാനാണ് മഹാകാൽ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ആ ഒരു സമയത്തെ ഒരുപാട് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ ഒരുപാട് ടേണിംഗ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഓസ്പീഷ്യസ് ആയിട്ടുള്ള നിങ്ങൾക്ക് അടഞ്ഞു കിടന്ന വാതിലുകളെല്ലാം
തന്നെ തുറന്നു വരുന്നു എന്നാണ് കാണുന്ന. സമയത്തിന്റെ ആ ഒരു ദോഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി ഒരുപാട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അങ്ങനെയാ കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യൂണിവേഴ്സ് ഒരു സൈൻ കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സാണ്, ശിവജി കാണിച്ചു തരുന്ന സിമ്പിളാണ് കേട്ടോ. നിങ്ങളെ ഡിവൈൻ്റെ അടുത്തേക്ക്, അല്ലെ ഡിവൈൻ ആയിട്ടുള്ള എന്ത് കാര്യമാണോ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് അതിലേക്കുള്ള ഒരു മാർഗദർശിയായിട്ടാണ് നിങ്ങളെ ആ ഒരു സിമ്പിൾസ് ഒക്കെ കാണിച്ചു തരുന്നത് കേട്ടോ. നിങ്ങൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരിക്കുക. എന്ത് കിട്ടിയാലും യു ഷുഡ് റിസീവ് ഇറ്റ് കേട്ടോ. വളരെ സന്തോഷത്തോടുള്ള മനസ്സോട് കൂടിയിട്ട് നിങ്ങളത് റിസീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരുപാട് മിറാക്കിൾസ് ഇരിക്കുന്നുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ റിസീവ് ചെയ്യാൻ മനസ്സോട് കൂടിയിട്ടിരിക്കുക കേട്ടോ. അങ്ങനെയാ കാണുന്നേ. നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള പേടികളോ ഒരു ഡൗട്ട്സോ ഒന്നും വേണ്ട. നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക, ദൈവത്തിൽ സറണ്ടർ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക കേട്ടോ. ഓരോ മൊമെന്റിലും ഓരോ നിമിഷവും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക യൂണിവേഴ്സിനോട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ, താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും യൂണിവേഴ്സിന് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക, താങ്ക്സ് പറയാം കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു നല്ല മൊമെന്റ് വരാനായിട്ട് പോകുന്നുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ വട്ടവും മുന്നോട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ആ മിറാക്കിൾസ് ആണ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരല്ലേ, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും. വിശ്വാസത്തോടു കൂടി ഇരിക്കുക. ഒരു വട്ടം പോലും മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ഡൗട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. സ്പെല്ല് ചെയ്ത ആൾക്കാർ, മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക. ഒരു വട്ടം പോലും നിങ്ങൾ അതിൽ ഡൗട്ട് വെക്കരുത് കേട്ടോ. ഇപ്പൊ അമ്പലങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ പള്ളികളിലൊക്കെ ആണെങ്കിലും പോയി പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ദൈവത്തെ ഒരിക്കലും നിങ്ങൾ ഡൗട്ട് വെക്കരുത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡിവൈൻ ടൈം വന്നാൽ അതനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ സംഭവിക്കും കേട്ടോ. അങ്ങനെയാണ് എനിക്ക് കാണുന്നത്. ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കാനിരിക്കുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്നുണ്ട് കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക. ഒരിക്കലും നെഗറ്റീവ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. നെഗറ്റീവ് ആയാൽ നമ്മുടെ സിറ്റുവേഷനും കൂടെ നെഗറ്റീവ് ആകും അല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു കാര്യം ചിന്തിക്കുന്ന സമയത്ത് ആ തോട്ട് പ്രോസസ്സാണ് യൂണിവേഴ്സിലേക്ക് പോകുന്ന ലാംഗ്വേജ്. അപ്പം നമ്മൾ നെഗറ്റീവ് ആയിട്ടിരുന്നാൽ യൂണിവേഴ്സിലേക്ക് പോകുന്നതും നെഗറ്റീവാണ്. അപ്പം നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നെഗറ്റീവ് ആകാൻ ഒരു കാരണവശാലും മനസ്സിനെ അനുവദിക്കരുത്. ശിവരാത്രി ആയിട്ട് എല്ലാവരും പ്രാർത്ഥനയോട് കൂടി ഇരിക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്ലൂസ് എടുക്കാം. ക്ലൂസ് പൊതുവേ ഞാൻ പറയാറുണ്ടല്ലേ, ഈ വീഡിയോ കാണുന്നത് തന്നെ മഹാ ഒരു നിമിത്തമാണ്. അതുകൊണ്ട് തന്നെ ക്ലൂസിൽ വലിയ കാര്യമില്ല, എങ്കിലും കുറച്ച് ക്ലൂസ് എടുക്കാം. ക്ലൂസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്ലൂസ് എടുക്കുകയാണ് യൂണിവേഴ്സ്. ഏറ്റവും കൃത്യമായിട്ടുള്ള ക്ലൂസ് എനിക്ക് തരണേ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്ലൂസ് എടുക്കുകയാണ് കേട്ടോ. ഇതിൽ ഒന്നാമത്തെ ക്ലൂ എന്ന് പറയുന്നത്, എനിക്ക് കൃഷ്ണ എന്നൊരു പേര് എൻ്റെ മനസ്സിൽ വന്നു. ക്ലൂ അതല്ല, പക്ഷെ എനിക്ക് കൃഷ്ണ എന്നൊരു പേര് മനസ്സിൽ വന്നു കേട്ടോ. അതുപോലെ സൗത്ത് കൊറിയ എന്ന് പറയുന്നൊരു രാജ്യം ഇവിടെ ക്ലൂ ആയിട്ട് വന്നിട്ടുണ്ട്. കൊറിയയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് അജയ് എന്നൊരു പേര് കാണുന്നുണ്ട് കേട്ടോ. അജയ് എന്ന പേര് എനിക്ക് കാണുന്നുണ്ട്. അജയ്, വിജയ്, സഞ്ജയ് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ. അജയ്, വിജയ്, സഞ്ജയ്. അതുപോലെ എനിക്ക് പള്ളി എന്ന് കാണുന്നുണ്ട് കേട്ടോ. മേ ബി ഒരു പള്ളിയുടെ അടുത്തായിരിക്കാം നിങ്ങളുടെ വീട്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തികളുടെ വീട് അവിടെ ആയിരിക്കാം. എനിക്ക് പള്ളി എന്ന് കാണുന്നുണ്ട്. മേ ബി ഈ കാണുന്ന ആളൊരു ക്രിസ്ത്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയിരിക്കാം. എനിക്കിങ്ങനെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ പള്ളിയിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു മതത്തിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ച ആൾക്കാരായിരിക്കാം. എനിക്ക് 55 എന്നൊരു നമ്പർ കാണുന്നുണ്ട് കേട്ടോ. 55. നിങ്ങളുടെ ഏജ് 55 ആയിരിക്കാം, പേഴ്സൻ്റെ ഏജ് 55 ആയിരിക്കാം, ഇല്ലെങ്കിൽ 55 നിങ്ങളുടെ ഫോൺ നമ്പറിലോ എവിടെയെങ്കിലും ഉണ്ടാവാം. ഇവിടെ എനിക്ക് സൂപ്പർവൈസർ എന്ന് കാണുന്നുണ്ട്. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്ന ആരെങ്കിലും സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നുണ്ടാവാം. ഈ ക്ലൂസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തുലാം രാശി കാണുന്നുണ്ട്. തുലാം രാശി കാണുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് സെപ്റ്റംബർ എന്നൊരു മാസം കാണുന്നുണ്ട് കേട്ടോ. സെപ്റ്റംബർ ബോൺ ആണെങ്കിൽ
കമൻറ്റ് ചെയ്യുക. അതുപോലെ എനിക്ക് സ്നേഹ എന്ന് പറയുന്നൊരു പേര് കാണുന്നുണ്ട്. അതുപോലെ ഊർമിള എന്ന് പറയുന്നൊരു പേര് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, ഊർമിള. എനിക്ക് 27 എന്നൊരു ഏജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്പർ ആയിരിക്കാം, നിങ്ങളുടെ ഫോണിലെ നമ്പർ ആയിരിക്കാം. 27 കാണുന്നുണ്ട്, ബർത്ത്ഡേ ആയിരിക്കാം. 27 കാണുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഡിപ്ലോമ എന്ന് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ പഠിച്ചത് ഡിപ്ലോമ ആയിരിക്കാം, ഇല്ലെങ്കിൽ പേഴ്സൺ ഡിപ്ലോമ ആയിരിക്കാം പഠിച്ചത്, ഇല്ലെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ പഠിക്കുന്ന സമയത്ത് കണ്ടുമുട്ടിയ ആൾക്കാരായിരിക്കാം. ഡിപ്ലോമ എന്ന് കണ്ടു. അതുപോലെ എനിക്ക് അനു എന്നൊരു പേര് കാണുന്നുണ്ട് കേട്ടോ, അനു. വിമൽ എന്നൊരു പേര് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, വിമൽ. അതുപോലെ എനിക്ക് ചെറിയ കാറുകളൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, ടാറ്റയുടെ കാറുകളൊക്കെ വരുന്നുണ്ട്. മോനു എന്നൊരു പേര് നിക് നെയിം കാണുന്നുണ്ട് കേട്ടോ, മോനു. $75 എന്ന് കാണുന്നുണ്ട്. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആരെങ്കിലും ഏജ് 75 ഉണ്ടാവാം. 75. അതുപോലെ എനിക്ക് ക്ലാസ് 12 എന്ന് കാണുന്നുണ്ട്. +2 പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പെൺകുട്ടിയോ ആരെങ്കിലും +2 പഠിക്കുന്ന ആളാവാം. ഇവിടെ എനിക്ക് സുദാൻ എന്ന് പറയുന്ന ഒരു രാജ്യം കാണുന്നുണ്ട്, സുദാൻ. അതുപോലെ തന്നെ അവിട്ടം എന്നൊരു നാൾ എനിക്ക് കാണുന്നുണ്ട് കേട്ടോ, അവിട്ടം. ചതയം എൻ്റെ മനസ്സിൽ വന്നു, ചതയം നാള്. പിന്നെ 36 എന്നൊരു നമ്പർ ഇവിടെ ഉണ്ട് കേട്ടോ, 36. പിന്നെ എനിക്കിവിടെ 19 എന്ന് കാണുന്നുണ്ട്, 19. അതുപോലെ എനിക്ക് രജനി എന്നൊരു പേര് കാണുന്നുണ്ട് കേട്ടോ, രജനി എന്നൊരു പേര് എനിക്ക് കാണുന്നുണ്ട്. അതുപോലെ എനിക്ക് മൺഡേ എന്ന് പറയുന്നൊരു ഡേറ്റ് കാണുന്നുണ്ട്. ഒരു പക്ഷേ ഒരു തിങ്കളാഴ്ച ദിവസമായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയത്. തിങ്കളാഴ്ചക്ക് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടാവാം. 26 എന്നൊരു നമ്പർ എനിക്ക് കാണുന്നുണ്ട് കേട്ടോ, 26. അപ്പോൾ ക്ലൂസ് ഒക്കെ ഇതൊക്കെയാണ്. ക്ലൂസിൽ മാത്രം വിശ്വസിക്കരുത്. നിങ്ങൾ കണ്ടത് തന്നെ ഒരു നിമിത്തമാണ്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കുക. ഇന്ന് ശിവരാത്രി അല്ലേ, നല്ലപോലെ ശിവ പാരായണങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക, ശിവന്റെ കാര്യങ്ങളൊക്കെ കേട്ട് സന്തോഷമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് മനസ്സുരുകിയിരിക്കുക കേട്ടോ, മനസ്സുരുകി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറട്ടെ. എല്ലാവർക്കും ഇന്ന് കണ്ടതുപോലെ വലിയ ബ്ലെസ്സിങ്സ് കിട്ടട്ടെ. ഡിവൈൻ ടൈമിങ് തന്നെയാണ്, മഹാശിവരാത്രിയാണ് അല്ലേ, ഡിവൈൻ ടൈമിങ് തന്നെയാണ്. നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. മാനിഫെസ്റ്റേഷൻസ് എല്ലാം വർക്കൗട്ട് ആവട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. അതുപോലെ തന്നെ ഇനി ഫർദർ റീഡിങ്സ് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ. ബൈ.